ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യവുമായി BMS തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്താണ് നാളെ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്മസ് പരിപാടിയിൽ RSS ഗണഗീതം ആലപിക്കാനുള്ള അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിരുന്നു. വിഷയം വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടി റദ്ദാക്കി. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്ത് നാളെ നടക്കാനിരുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുവാൻ എന്ന പേരിലാണ് RSS ഗണഗീതം ആലപിക്കുവാനുള്ള അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് BMS കത്ത് നൽകിയത്. ക്രിസ്മസിന്റെ കരോൾ ഗാനത്തിനൊപ്പം ഗണഗീതവും പാടണമെന്നതായിരുന്നു BMSന്റെ ആവശ്യം. എന്നാൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പുമായി തപാൽ വകുപ്പിലെ ഇടത് സംഘടനയും കോൺഗ്രസ് അനുകൂല സംഘടനയും ആദ്യം തന്നെ രംഗത്തെത്തി. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും കേന്ദ്ര പോസ്റ്റൽ വകുപ്പ് സെക്രട്ടറിക്കും കേരള പോസ്റ്റൽ സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിനും കത്ത് നൽകി. ദേശസ്നേഹം എന്ന പേരിൽ ഒരു പ്രത്യേക സംഘടനയുടെ ആശയങ്ങളെ മഹത്വവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമം ആശങ്കാജനകമാണെന്നും സർക്കാർ ഓഫീസിൽ സംഘടിപ്പിക്കുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയധാരയുമായി ബന്ധപ്പെട്ട ഗാനത്തെ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. യുവജന സംഘടനയായ DYFIയും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ പോസ്റ്റൽ തിരുവനന്തപുരം സർക്കിൾ ഓഫീസിലെ ക്രിസ്മസ് ആഘോഷ പരിപാടി റദ്ദാക്കി. ആഘോഷ പരിപാടി റദ്ദാക്കിയതായുള്ള അറിയിപ്പ് ജീവനക്കാർക്ക് ഇമെയിലിലൂടെയാണ് നൽകിയത്. വന്ദേ ഭാരത് ഉദ്ഘാടന വേളയിൽ കുട്ടികളെ കൊണ്ട് RSS ഗണഗീതം പാടിപ്പിച്ചതിന് പിന്നാലെയാണ് തപാൽ വകുപ്പിലെ ക്രിസ്മസ് ആഘോഷത്തിനിടയിലേക്ക് RSS ഗണഗീതം തിരികെ കയറ്റാനുള്ള ശ്രമം RSS നടത്തിയത്. വിവിധ കോണിൽ നിന്നായി ശക്തമായ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ആഘോഷ പരിപാടി തന്നെ തപാൽ വകുപ്പിന് റദ്ദാക്കേണ്ടി വന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.